ദുൽഖർ സൽമാനും അമാൽ സൂഫിയയും ഒരു അറേഞ്ച് മാരേജ് ആണെന്നാണല്ലേ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലല്ല. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദെയർ ലവ് ലൈഫ് ഗൈസ്. സോ സംഭവം ചെന്നൈയിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ദുൽഖർ സൽമാൻ അമാൽ സൂഫിയനെ കാണുന്നത്. എവിടെ? സ്കൂളിൽ വെച്ച്. ആ സമയത്ത് 5 വർഷം ജൂനിയർ ആയിരുന്നു നമ്മുടെ അമാൽ സൂഫിയ. ബട്ട് ആ സമയത്ത് അവിടെ ഒരു പ്രണയമില്ലായിരുന്നു. സോ ആഫ്റ്റർ US പോയി സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് വന്ന് ദുൽഖർ സൽമാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, കല്യാണം കഴിക്കണം. അപ്പോൾ ദുൽഖർ സൽമാൻ നൈസായിട്ട് ഓരോന്നിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഫ്രണ്ട്സ് വഴി അമാൽ സൂഫിയേൻ്റെ കാര്യം ദുൽഖർ സൽമാൻ അറിയുന്നത്. പക്ഷെ അപ്പോഴും പുള്ളിക്കാരൻ ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം പല സ്ഥലങ്ങളിൽ വെച്ച് സലൂൺ, മൂവീസ് ഇവിടെയൊക്കെ വെച്ച് അമാൽ സൂഫിയേനെ DQ കാണുന്നു. ആ സമയത്ത് ദുൽഖറിന് തോന്നുന്നു ഇതൊരു സൈനാണ്, ഒരു റിലേഷൻ്റെ ഒരു സൈൻ. സോ അങ്ങനെയാണ് ഒരു പാരൻസിൻ്റെ അടുത്ത് പറയുന്നത്. ഒരു കോഫി മീറ്റിന് വേണ്ടി അവർ രണ്ടുപേരുടെ പോകുന്നത്. ആൻഡ് ദുൽഖർ സൽമാൻ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടതെന്നാണ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു എന്നൊക്കെ ഉള്ള ഇതിൽ. അപ്പോൾ ആ സമയത്ത് ഒരു കോഫി മീറ്റിങ്ങിന് പോകുന്നു. അപ്പോൾ ചെന്നൈയിൽ നിന്ന് അമാൽ സൂഫിയേനെയും കൊണ്ട് പോണ്ടിച്ചേരി വരെ 1.5 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്ത് വന്നു. സോ ഈ സമയത്താണ് അവർ പരസ്പരം പരിചയപ്പെട്ട് അടുത്ത്. അതിനുശേഷമാണ് ദുൽഖർ സൽമാൻ കല്യാണത്തിലോട്ട് കടക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം 2012 നേരെ സെക്കൻഡ് ഷോ സിനിമ വരുന്നു. അതിനുശേഷം അറിയാമല്ലോ ഇന്ന് DQൻ്റെ ബ്രാൻഡ്. സോ ദുൽഖർ സൽമാൻ പറയുന്നതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ദുൽഖർ സൽമാൻ കരിയറിൽ ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടായത്. സോ ചില സമയങ്ങളിൽ മാരേജ് ഈസ് സ്പെഷ്യൽ. ഇതറിയാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.